ഹേയ് ഗായ്സ്, ദിസ് ഇസ് ജിൻ ജാങ്കോ ഹിയർ. അപ്പോൾ ഇന്ന് കുറേ കാലത്തിന് ശേഷം ഒരു വ്ളോഗ് എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എൻ്റെ DJI Osmo Pocket 3 ഞാൻ എടുക്കുന്നത്. സോ ക്വാളിറ്റിക്ക് എങ്ങനെ ഉണ്ട്, അടിപൊളിയാണോ? അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐക്യ എന്ന് പറഞ്ഞ സ്റ്റോർ ഉണ്ടല്ലോ ഇവിടുത്തെ. നമുക്കറിയാം നമ്മുടെ ബാംഗ്ലൂരിലൊക്കെ ഉണ്ട്, നമ്മുടെ കേരളത്തിലില്ലാന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ആ സ്റ്റോറിലോട്ട് നമ്മളിന്ന് പോവാണ്. ഇവിടുന്ന് ഇച്ചിരി ദൂരമുണ്ട്. ഇപ്പോൾ 2 ബസ്സൊക്കെ കയറി പോകണം. ഒരു 45 മിനിറ്റ്സ് 1 ഹവറിൻ്റെ ഒരു ട്രാവലൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവാണ്. ഞാനും ഉണ്ട്, അജീമുണ്ട്. അജീമ് ഫ്രണ്ടിലോട്ട് നടന്നിട്ട് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ബസ് കയറണം പോയിട്ട്. കണ്ടോ, അജീമ് ഒപ്പം നടപ്പുണ്ട്. ഹായ് അജീം. അഗെയിൻ ഇത് ബ്ലോഗാണ്. അപ്പോൾ ഗൈസ്, നമ്മളിത് അവിടെ ബസ് സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പം ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 2 ബസ് കയറേണ്ട കണ്ട് വരും. അപ്പോൾ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ലുക്കാണോ? സോ ബസ് കയറി പോകണം. ഇതൊരു ഇവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡാണ് ഇവിടുത്തെ ഈ ഓട്ടോ ബസ്. ഇവിടെ ആണെങ്കിൽ 2 ടൈപ്പ് ബസ്സുകളാണുള്ളത്. ഒന്ന് ഈ ട്രോളി, അതായത് മുകളിലൂടെ കേബിളിട്ട് പോകുന്ന ടൈപ്പ് ബസ്സുകളുണ്ട്. പിന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോ ബസ്. അത് നമ്മുടെ നാട്ടിലെ പോലുള്ള ഇലക്ട്രിക് ആണോ അല്ലെങ്കിൽ ഡീസലാണോ? എനിക്ക് തന്നെ ഡീസലായിരിക്കും. അതാണ് ഓട്ടോ ബസ് എന്ന് പറയുന്നത്. സോ അതാണ് അതിൻ്റെ ഒരു സ്റ്റോപ്പാണ്, ആ ഓട്ടോ ബസ്സിൻ്റെ സ്റ്റോപ്പാണ് ഇവിടെ. ഇപ്പോൾ നമ്മുടെ റെയിൽവേ ട്രാക്കൊക്കെ കടന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഷോർട്സ് നോക്കി അറിയാൻ പറ്റും. ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ റെയിൽവേ ട്രാക്കിലൂടെ നടന്ന് വന്ന് ഇവിടെ ബസ്സിന് വേണ്ടി കാത്തേക്കാണ്. സോ ഇനി ബസ് വരുമ്പോൾ നമുക്ക് കാണാം. ഗായ്സ്, നമുക്കൊരു അമളി പറ്റി. നമ്മൾ അപ്പുറത്തെ ബസ് സ്റ്റോപ്പിലായിരുന്നു പോയി നിന്നത്. ഈ ബസ് സ്റ്റോപ്പിലായിരുന്നു വന്നിരിക്കേണ്ട ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു അമളി പറ്റിപ്പോയി. കുഴപ്പമില്ല, അജീമ് കണ്ടുപിടിച്ച് ഇത് വ്ളോഗിൽ പറയരുതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പറയണമല്ലോ, നിങ്ങളായിട്ട് ഷെയർ ചെയ്തില്ലെങ്കിൽ, ഈ എന്ത് മണ്ടത്തരാണെങ്കിലും നിങ്ങളായിട്ട് ഷെയർ ചെയ്തില്ല, അത് ശരിയല്ലല്ലോ അല്ലേ? ഓക്കെ, കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിവിടെ ഐക്യയിലെത്തിയിട്ടുണ്ട്. ഐക്യ നമ്മളിതാ കണ്ടോ, ഈ എത്തി. സോ ഒരുപാട് കഷ്ടപ്പെട്ട്, കാരണം ഇന്ന് വീക്കെൻഡാണെന്ന് നമ്മൾ അറിയില്ലായിരുന്നു. കുറേ ബസ്സൊക്കെ നമുക്ക് മിസ്സായി. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ ഇവിടെ എത്തി. ഇനി അകത്തോട്ട് പോയി നോക്കട്ടെ. അകത്തോട്ട് പോയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും റിട്ടേൺ ചെയ്ത് എന്തെങ്കിലും ഐറ്റംസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് വില കുറച്ചിട്ട് കൊടുക്കുന്ന സ്ഥലമാണ്. ഇവിടെ ചെയറും അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ്. കാരണം ഇത് മേടിച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഇത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ആ ഇഷ്ടപ്പെടാത്ത സംഭവങ്ങൾ ഇവർ കുറച്ച് വില കുറച്ച് കൊടുക്കും. ആ ഒരു സംഭവമാണെന്നാണ് എന്നോട് അജീമ് പറഞ്ഞത്. എനിക്കറിയില്ല, എനിക്ക് ഈ ഐക്യയെക്കുറിച്ചൊന്നും വലിയ പിടുത്തമില്ല. അപ്പോൾ അങ്ങനെ നോക്കുന്നു. അജീമ് എന്തേ വില കുറച്ച് എന്തെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ മേടിക്കാമെന്നുള്ളൊരു സെറ്റപ്പിൽ നോക്കാമെന്ന് പറഞ്ഞത്. യു ഗോട്ട് സംതിങ്? വാട്ട് ഈസ് ദാറ്റ്? ഓ, ഹൗ മച്ച് ഇസ്? €1. Are you taking it? നമ്മൾ ഫുഡ് സെക്ഷനിലോട്ട് പോവാണ്. നമ്മൾ എക്സിറ്റിലൂടെ നുഴഞ്ഞ് കയറി. കാരണം എൻട്രൻസിലൂടെ കയറി കുറേ നടക്കേണ്ടി വരും. പിന്നെ ഈ റെസ്റ്റോറൻറ്റ് അടച്ചു പോകും. അപ്പം ആ ഒരു സംഭവം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സിറ്റിലൂടെ നുഴഞ്ഞ് കയറിയിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് സ്ഥലങ്ങൾ. അജീമ് ഫ്രണ്ടിൽ നടപ്പുന്നുണ്ട്. അജീമ് ഫ്രണ്ടിലൂടെ നടന്നു പോവാണ്. കാരണം ഇതൊക്കെ ഇവിടുത്തെ അടിപൊളി സ്ഥലമാണ് സംഭവം. നമ്മൾ നാട്ടിലൊക്കെ ഇത് വരണം. അത്യാവശ്യം ഇവിടെ ചീപ്പസ്റ്റായിട്ട് നമുക്ക് ക്രോക്കറീസും സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റിയൊരു സംഭവമാണ് ഇവിടെ. സോ ഗായ്സ്, നമ്മൾ ഇങ്ങനെ നടന്ന് വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരു ലൈറ്റിൻ്റെ ഇതിൻ്റെയൊക്കെ സെക്ഷനിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ അത്യാവശ്യം നല്ല റഷ് ഉണ്ട്. സംഭവം അത്യാവശ്യം നല്ല റഷ് ഉണ്ട്. ഇന്നിപ്പോൾ മറ്റേ ലീവായതുകൊണ്ട്, ഇന്ന് ദുഃഖവെള്ളിയാണ്. അപ്പോൾ അതിൻ്റെ ലീവായതുകൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതവിടെ ഇങ്ങനെ ഓരോ ലൈറ്റുകളും ഇതൊക്കെ ഇങ്ങനെ, എനിക്കൊന്നും എല്ലാവരും കാഴ്ചക്കാരായിട്ട് തന്നെ വരുന്നത്. കൂടുതൽ പേരും എല്ലാവരും അധികം ആൾക്കാർ മേടിക്കുന്നവരും ഉണ്ടാവും. പക്ഷേ മോസ്റ്റ്ലി കാഴ്ചക്കാരായിട്ടാണ്. യെസ്, €8. യു വാ, ഇറ്റ്സ് ഗുഡ്, കൊള്ളാം. സോ അങ്ങനെയാണ് നമ്മളിങ്ങനെ ഫുഡിൻ്റെ സെക്ഷനിലോട്ട് പോവാണ്. പോകുന്ന വഴിക്ക് ഒരുപാട് ഭാഗങ്ങൾ കവർ ചെയ്ത് പോകണം. കവർ ചെയ്ത് നമ്മൾ ഒരുപാട് ഭാഗങ്ങൾ ഇങ്ങനെ പോകേണ്ടി വരും. സോ കാരണം അത് അടച്ചു പോയി കഴിഞ്ഞാൽ വന്ന് പെടാപ്പാടെല്ലാം വെറുതെ ആയിപ്പോവും. സോ ഗൈസ്, അങ്ങനെ ഒരുപാട് നേരത്തെ നടത്തത്തിന് ശേഷം നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ
ഇവിടെ ഫുഡ് കൊടുക്കുന്ന സ്ഥലമാണ്. ഇതാണ് ഈ ഫുഡിൻ്റെ സെക്ഷൻ. നമ്മൾ അങ്ങോട്ട് പോയിട്ട് തന്നെ ഫുഡ് എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് ഫുഡിൻ്റെ സെക്ഷനിലെത്തി. ഞാനിവിടെ ഇരുന്ന് എൻ്റെ ഇപ്പോൾ അജീം ഒന്ന് വാഷ്റൂം വരെ പോയതാണ്. അപ്പോൾ അജീമിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അജീം വന്നു കഴിഞ്ഞാൽ പോയിട്ട് ഫുഡ് എടുത്ത് കഴിക്കുന്നതായിരിക്കും. സോ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പിൽ ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ട് ഞാൻ സ്ഥലം. അപ്പോൾ നോക്കാം, അജീം വന്നു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഫുഡ് എന്തൊക്കെയാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. കുറച്ച് സാധനങ്ങൾ നമ്മൾ ഓൺലൈനിൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ സ്വീഡിഷ് ഫുഡ് ഇവിടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തായാലും നോക്കാം. ഓക്കെ പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ DJ Osmo Pocket വെച്ചിട്ട് ഞാൻ എടുക്കുന്ന ആദ്യത്തെ വ്ളോഗാണ്. സോ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് എനിക്കില്ല. കാരണം ഇതിൻ്റെ ഒരു സെറ്റപ്പ്, ഇതിൻ്റെ അങ്ങോട്ട് തിരിയുന്നൊരു പരിപാടിയൊക്കെ ഒന്ന് കണ്ട് സെറ്റപ്പായി പഠിച്ച് വരണമുള്ളൂ. അപ്പോൾ അത് കണ്ട് പഠിച്ചിട്ട് വേണം എനിക്കത് സെറ്റപ്പ് ആക്കാൻ. ഓക്കെ സോ അതിൻ്റെ ഒരു വൈറ്റ് ക്ലബ്ബ് എനിക്കുണ്ട്. എന്തായാലും റെഡിയാവും, പഴയ റെഡിയാവും എന്ന് വിചാരിക്കുന്നത്. എല്ലാവരും എൻ്റെ ഒപ്പം ക്ഷമിച്ച് സഹിച്ച് നിൽക്കുക, നമുക്കെല്ലാം സെറ്റാക്കാം. ഓക്കെ ഞാനിപ്പം ക്യൂവിൽ നിൽക്കുകയാണ്. പുറകിൽ അജീമുണ്ട്. പുറകിൽ ഇത് കണ്ടോ, ട്രോളിയായിട്ട് അജീം നിൽപ്പുണ്ട്. ഇങ്ങനെ ട്രോളിയിലേക്ക് വേണം ഫുഡ് എടുക്കാൻ ഇവിടെ. അങ്ങനെയാണ് പരിപാടികൾ. ഇപ്പോൾ ആദ്യം നമ്മൾ ഫോർക്കും ഗ്ലാസും സംഭവങ്ങളൊക്കെ എടുക്കണം. നമുക്കിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പയ്യകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്കിഷ്ടം പോലെ എടുക്കാം. നമ്മൾ ഓരോ ചോക്ലേറ്റ് പൈസും എടുത്തിട്ടുണ്ട്. ഫുഡൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ചിക്കൻ മീറ്റ് ബോളാണ്. ചിക്കൻ മീറ്റ് ബോള്, ഫ്രൈസ്, സോസ്, അതുപോലെ തന്നെ ഗ്രീൻ പീസ്, പിന്നെ ഇതാണ് നമ്മുടെ പൈ മേടിച്ചു. പിന്നെ മേടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാഷ് പൊട്ടാറ്റോ എടുത്ത് പകരം അതിന് അതേപോലെ തന്നെ സെയിം സാധനം. സോ കഴിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇതെല്ലാം ട്രേയിലേക്ക് കയറ്റി. അജീമൊക്കെ ഉണ്ടോ, വയറൊക്കെ നിറഞ്ഞ് ഇരിക്കുവാണ്. കുഴപ്പമില്ല, കൊള്ളായിരുന്നു. ഒരു നോർമൽ, എനിക്ക് വലിയ വ്യത്യാസം തോന്നിയില്ല. കാരണം ലാറ്റ്വിയൻ ഫുഡ് ഞാൻ ഇവിടുത്തെ ഇതിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്, നമ്മുടെ യൂണിവേഴ്സിറ്റി ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയില്ല. എന്നാലും കുഴപ്പമില്ല. സ്വീഡിഷ് ഫുഡെന്ന് പറഞ്ഞാൽ കൊള്ളാം, ടേസ്റ്റൊക്കെ ഉണ്ട്, കഴിക്കാൻ കൊള്ളാം. ഫ്രൈസ് നോർമലി ഒരെണ്ണത്തിൽ ഫ്രൈസാണ് കാർബോഹൈഡ്രേറ്റ് സോസായിട്ട് വെച്ചത്, മറ്റേതിൽ ഇതായിട്ട് വെച്ചത് മറ്റേ നമ്മുടെ സ്മാഷ്ഡ് പൊട്ടാറ്റോ. ആ ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ രണ്ടെണ്ണം എടുത്തതിൽ. പിന്നെ ആ ഒരു ചോക്ലേറ്റ് പൈ ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. എന്തായാലും ഇനി മൊത്തത്തിൽ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് പോകാമെന്നുള്ള പ്ലാനാണ്, വേറെ ഒന്നുമില്ല ഇന്നത്തേക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ കറങ്ങി ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഉള്ള അപ്പുറത്തെ ഭാഗത്ത് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി ഇങ്ങനെ സ്ഥലത്തൂടെയൊക്കെ ചുമ്മാ നടക്കുവാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ടോയ്സിൻ്റെ കിഡ്സ് സെക്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. കിഡ്സ് സെക്ഷനിൽ ഇങ്ങനത്തെ കുറേ റെയിൽ ട്രാക്ക് പോലെ വെച്ചിട്ടുള്ള ഇങ്ങനത്തെ പരിപാടികളൊക്കെ സംഭവം കാണുന്നുണ്ട്. എന്തായാലും കൊള്ളാം, സംഭവം രസമുണ്ട് ഇങ്ങനെയൊക്കെ കിഡ്സിൻ്റെ സെക്ഷനിലേക്കുള്ള. പിന്നെ ഇങ്ങനത്തെ ഏരിയാസാണ് ഇവിടെ ടിപ്പിക്കലി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന, ഐക്യയിൽ കാണാൻ പറ്റുന്ന ഇതാണ്. ഇങ്ങനെ അതായത് ഇതെല്ലാം ഇൻഡിവിജ്വലി വിൽക്കാൻ വെച്ചതായിരിക്കും സംഭവം. എല്ലാം ഇങ്ങനെ ഓരോന്നൊക്കെ ഇൻഡിവിജ്വലിയൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ച സംഭവങ്ങളായിരിക്കും. ഓരോന്നിനോരോ റേറ്റ് കാർഡും എല്ലാം കൊടുത്തിട്ടുണ്ട് സംഭവം. ഇതൊരു സെറ്റപ്പ് ആക്കിയിട്ട് ഇങ്ങനെ സെറ്റായിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ കാണിക്കുന്ന സംഭവം. അതായത് ഓരോ സാധനങ്ങൾ വിൽക്കാൻ വെച്ചത് ഇങ്ങനെ ആയിരിക്കും ഒരു റൂമിൽ മൊത്തത്തിൽ വെച്ച് കഴിഞ്ഞാൽ എന്നുള്ളൊരു സംഭവം അവർ കാണിക്കുന്നതാണ്. സംഭവം എന്തായാലും ഐക്യ ഒരു രസമാണ്. ഇങ്ങനെ ചുമ്മാ അങ്ങനെ കറങ്ങി, ഇതൊരു വലിയൊരു ലോകമാണ്, ഇങ്ങനെ കറങ്ങി നടക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇതാണെങ്കിൽ ചെയറിൻ്റെ ഒക്കെ ഒരു സെക്ഷനാണ്. ചെയറുകൾ, പലതരത്തിലുള്ള കറങ്ങുന്ന ചെയറുകൾ, ലാപ്ടോപ്പ് ഡെസ്ക്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് ഒരു ഐസ്ക്രീമും മേടിച്ച് 60 സെൻറ്റ്, നാട്ടിലൊരു 60 രൂപ ഉള്ളൂ ഈ വാനില ഐസ്ക്രീമിന്. അതും കഴിച്ച് തിരിച്ചു പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. ഇനിയിപ്പം കൂടെ നമ്മളിങ്ങനെ വീഡിയോസ് മാക്സിമം ഇടാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തേക്ക്. ബൈ.